ദുബായ് ടൂറിന് വരുന്നവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി ഇന്നറിയപ്പെടുന്ന ബുർജ് ഖലീഫ. ദുബായ് യാത്രയിലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദുബായ് നഗരത്തിന്റെ ഡൗൺ ടൗൺ ഏരിയയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ പലപ്പോഴായി ഈ വമ്പൻ കെട്ടിടം തലയുയർത്തി നിൽക്കുന്നത് കണ്ടിരുന്നു. ദുബായ് മോളിന്റെ ഉള്ളിൽ കൂടെയാണ് ബുർജ് ഖലീഫയിലേക്ക് കടക്കുന്നത്. ഈ 2 പ്രോജക്റ്റുകളും ചുറ്റുമുള്ള മറ്റ് ഹോട്ടലുകളും ഫ്ളാറ്റുകളുമെല്ലാം ഇമാർ ഗ്രൂപ്പിൻ്റെതാണ്. ബേസ്മെന്റിലെ പാർക്കിങ്ങിൽ ബസ് എത്തിയ ശേഷം എല്ലാവരും ഇറങ്ങി ദുബായ് മോളിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ബുർജ് ഖലീഫയിൽ കയറാൻ നല്ല തിരക്കുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഗൈഡായ ഗഫൂർക്കയുടെ നിർദ്ദേശപ്രകാരം രാവിലെ വളരെ നേരത്തെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഷോപ്പുകളെല്ലാം ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. (829.8 മീറ്റർ) അഥവാ 2722 അടി ഉയരത്തിൽ 163 നിലകളുള്ള ബുർജ് ഖലീഫയുടെ 125, 124 എന്നീ നിലകളാണ് ഈ യാത്രയിൽ നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. 2004 നിർമ്മാണം ആരംഭിച്ച് 2010 പബ്ലിക്കിന് തുറന്നുകൊടുത്ത ബുർജ് ഖലീഫയുടെ ആദ്യത്തെ പേര് ബുർജ് ദുബായ് എന്നായിരുന്നു. ബുർജ് എന്നാൽ ടവർ എന്നാണ് അർത്ഥം. പക്ഷേ ദുബായ് ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ റാഷിദ് UAE-യുടെ മുൻ പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നെഹിയാനോടുള്ള ആദരസൂചകമായി കെട്ടിടത്തിന്റെ പേര് ബുർജ് ഖലീഫ എന്നാക്കി മാറ്റി. അദ്ദേഹം പ്രസിഡന്റായിരുന്ന കാലത്ത് ലോകം വലിയ സാമ്പത്തിക മാന്ദ്യം നേരിട്ട സമയത്ത് UAE ഗവൺമെന്റ് നൽകിയ വലിയ ഫിനാൻഷ്യൽ സപ്പോർട്ടോടുകൂടിയാണ് ഇമാർ ഗ്രൂപ്പ് ബുർജ് ഖലീഫ പണികഴിച്ചത്. $1.5 മില്യൺ ബുർജ് ഖലീഫയുടെ നിർമ്മാണ ചിലവായി കണക്കാക്കപ്പെടുന്നത്. പുറമെ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിച്ചു. ഇനി മുകളിലേക്ക് കയറാൻ ഷോപ്പിംഗ് മോളിനുള്ളിലേക്ക്. ഞങ്ങളുടെ ടീമിലെ 100 പേരോളം വരുന്ന മലയാളികളാണ് കേരള വസ്ത്രമണിഞ്ഞ് ഇന്ന് ബുർജ് ഖലീഫയുടെ മുകളിലേക്ക് കയറാൻ പോകുന്നത്. ദിവസവും 5000-ൽ കൂടുതൽ ആളുകളാണ് പല രാജ്യങ്ങളിൽ നിന്ന് ബുർജ് ഖലീഫ സന്ദർശിക്കാൻ എത്തുന്നത്. QR കോഡ് സ്കാൻ ചെയ്ത് എയർപോർട്ടിലേതുപോലെ ബാഗ് ചെക്കിങ്ങും ബോഡി ചെക്കിങ്ങും കടന്നാണ് ബുർജ് ഖലീഫയുടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കടക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു ഓട്ടോ വിളിച്ചു പോകാനുള്ള ദൂരം നടന്ന് സന്ദർശകർക്കായുള്ള ലിഫ്റ്റിനടുത്തെത്തി. 36 km/h സ്പീഡിലാണ് ഈ ലിഫ്റ്റുകൾ മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുന്നത്. അതായത് ഏകദേശം 77 സെക്കൻഡുകൾ കൊണ്ട് ലിഫ്റ്റ് ഗ്രൗണ്ടിൽ നിന്നും 125-ാം നിലയിലേക്കെത്തും. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ 3ാമത്തെ ലിഫ്റ്റുകളാണ് ബുർജ് ഖലീഫയിലേത്. ഉള്ളിൽ കയറുമ്പോൾ ലിഫ്റ്റിന്റെ ഈ വേഗത എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നെങ്കിലും ലിഫ്റ്റ് മൂവ് ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു സാധാരണ ലിഫ്റ്റിൽ കയറുന്ന മൂവ്മെന്റ് മാത്രം ഫീൽ ചെയ്തതുകൊണ്ട് ആ പേടി ഒഴിവായി. (125-ാം നിലയിൽ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങിയാൽ 360 ഡിഗ്രിയിൽ കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ആകാശ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തുകയായി. അറ്റ് ദ ടോപ്പ് ബുർജ് ഖലീഫ എന്നാണ് 125, 124 നിലകൾ ചേർന്നുള്ള ഈ ഒബ്സർവേഷൻ ഡെക്കിന്റെ പേര്. ഇന്ത്യൻ മണി ഏകദേശം 5000-ഓളം രൂപയാണ് അറ്റ് ദ ടോപ്പിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. രാവിലെ 7 മുതൽ രാത്രി 11 വരെ വിസിറ്റേഴ്സിന് ഇവിടെ പ്രവേശിക്കാം.
456 മീറ്റർ അഥവാ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്നാൽ കാണുന്നത്. ഇതിലും ഉയരത്തിലുള്ള നിലകളിലേക്ക് എത്തിച്ചേരാനും അവിടെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാനുമുള്ള ടിക്കറ്റുകൾ നമുക്ക് ബുർജ് ഖലീഫ .ae എന്ന സൈറ്റിലൂടെ ഓൺലൈനായി എടുക്കാം. ലക്ഷറി ഫ്ളാറ്റുകൾ, ഓഫീസുകൾ, ഹോട്ടലുകൾ, ക്ലബ്ബുകൾ, ഫിറ്റ്നസ് സെന്ററുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിങ്ങനെ നിരവധി സംരംഭങ്ങൾ ബുർജ് ഖലീഫയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സിറ്റിയിലൂടെ നിരനിരയായിട്ട് വാഹനങ്ങൾ പോകുന്നതും കൂറ്റൻ കെട്ടിടങ്ങൾക്കിടയിലൂടെ ഒരു പാമ്പിനെ പോലെ ദുബായ് മെട്രോ പോകുന്നതും അങ്ങകലെയുള്ള കടലും കടൽ തീരങ്ങളും പോർട്ടുകളും എല്ലാം എത്ര കണ്ടാലും മതിയാവാത്ത കാഴ്ചകളാണ്. നമുക്ക് അളക്കാൻ കഴിയാവുന്നതിലും ഉയരത്തിലായതുകൊണ്ടും ഫ്ലൈറ്റിൽ നിന്ന് കാണുന്നത് പോലെ തോന്നുന്നതുകൊണ്ടും ചുറ്റും ഗ്ലാസ് ഇട്ടിരിക്കുന്നത് കൊണ്ടുമായിരിക്കാം ഇത്രയും ഹൈറ്റിൽ നിന്ന് നോക്കുന്നതുകൊണ്ട് പേടിയൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഹൈറ്റ് പേടിയുള്ളവർക്കും ധൈര്യമായി ബുർജ് ഖലീഫ വിസിറ്റ് ചെയ്യാം. ഒരുപാട് ഹോളിവുഡ്, ഇന്ത്യൻ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ഗംഭീരമായിട്ട് ചിത്രീകരിച്ചത് ടോം ക്രൂസിന്റെ മിഷൻ ഇംപോസിബിൾ സീരീസിലെ ഗോസ്റ്റ് പ്രോട്ടോകോൾ എന്ന ചിത്രമാണ്. ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും ക്രിയേറ്റിവിറ്റിയുമുള്ള ഭരണാധികാരികൾ നാട് ഭരിച്ചാൽ എന്തായി തീരുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൺമുന്നിൽ കാണുന്ന ദുബായ്, അബുദാബി തുടങ്ങിയ എമിറേറ്റ്സ്. ടൂറിസമാണ് ഭാവി സാധ്യതയെന്ന് മനസ്സിലാക്കി അത് വളർത്തിയെടുത്ത് ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം ആക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഇവിടെയുള്ള റൂളേഴ്സ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഏറ്റവും വൃത്തിയായി, ഏറ്റവും അച്ചടക്കത്തോടെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കുന്നുണ്ട്. നിയമലംഘനങ്ങൾക്ക് വലിയ ഫൈൻ അടിക്കാറുണ്ടെങ്കിലും ആ ഫൈൻ എമൗണ്ട് ഉൾപ്പെടെ വരുമാനം മുഴുവൻ ഈ നാടിനു വേണ്ടിയും നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുമാണ് അവർ ഉപയോഗിക്കുന്നത്. സ്വന്തം പോക്കറ്റും അവനവന്റെ കുടുംബവും മാത്രം വികസിപ്പിക്കാൻ നോക്കാതെ, വരുമാനം കട്ടുമുടിക്കാതെ, പൊതുമുതൽ അടിച്ചു മാറ്റാതെ, വികസന പ്രവർത്തനങ്ങൾക്കെതിരെ രാഷ്ട്രീയ കൊടി പിടിക്കാതെ ഇവിടെ രാജാക്കന്മാർ ഭരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് കുറച്ചു കാലം മുൻപ് മരുഭൂമിയായി കിടന്ന ഈ പ്രദേശം ഇന്ന് 50 വർഷങ്ങൾ മുന്നോട്ട് പോയി ഒരു ഫ്യൂച്ചർ സിറ്റിയായി വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണ സംവിധാനത്തിലിരിക്കുന്നവർ ദുബായിൽ വരേണ്ടത് ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ആയിരിക്കരുത്, മറിച്ച് വെറും മരുഭൂമിയിൽ നിന്നും സ്വർഗം പോലെയൊരു നഗരം സൃഷ്ടിച്ചെടുത്തത് എങ്ങനെയാണെന്ന് പഠിച്ച് നമ്മുടെ നാടും അതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയാകണം. അഡ്മിനിസ്ട്രേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ടൂറിസം, ട്രാഫിക്, സിവിക് സെൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഈ നാടുകളിൽ നിന്നും ഇനിയും കുറേ പഠിക്കാനുണ്ട്. ാം നിലയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി 124 നിലയുടെ ബാൽക്കണിയിലെത്തി. അവിടെ നിന്നും നമുക്ക് കാഴ്ചകൾ കാണാം. കാഴ്ചകൾ കണ്ട ശേഷം 125 നിലയിലേക്ക് തിരിച്ചു കയറി സുവനീർ ഷോപ്പുകളും വിർച്വൽ റിയാലിറ്റി പവലിയനും ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജുമൊക്കെ കണ്ടുകൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് മതി വരാതെ തിരികെ താഴേക്ക് ഇറങ്ങാനുള്ള ലിഫ്റ്റിൽ കയറി.
കയറി വന്ന അതേ വേഗത്തിൽ തന്നെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ലിഫ്റ്റിൽ കയറി വന്നപ്പോൾ തോന്നിയതുപോലെ ഒരു സാധാരണ ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങുന്ന ഫീൽ മാത്രമേ ഇതിലും തോന്നിയുള്ളൂ. കോഴിക്കോട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന യാത്രാനന്ദ ട്രാവൽ ഫ്യൂഷൻ എന്ന ടൂർ കമ്പനിയുടെ ദുബായ് ടൂറിനോടൊപ്പമാണ് എൻ്റെ ഈ യാത്ര. യാത്രാനന്ദയുടെ കൂടുതൽ ടൂർ പാക്കേജുകളെക്കുറിച്ച് അറിയാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബുർജ് ഖലീഫയിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ യാത്രാപ്രേമികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അടുത്തതായി ഒരു കിടിലൻ വീഡിയോ വരാനുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.